നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങളുടെ പ്രണയബന്ധം പുതിയ വഴിത്തിരിവിലേക്ക്. ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇത് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. സത്യത്തിൽ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരുടെയും പ്രാർത്ഥന ദൈവത്തിന് കേൾക്കാതിരിക്കാനാവില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. ഈ പ്രണയബന്ധത്തിൽ നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രയത്നിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പല വിധത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്നത് നല്ല മനസ്സിന് ഉടമയായ വ്യക്തികളാണ്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം എങ്ങനെയെങ്കിലും വിജയത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള വിള്ളലുകൾ നിങ്ങൾക്ക് നേരെ വന്നിട്ടുണ്ട് എന്നറിയാം. പക്ഷെങ്കിൽ പോലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഏറ്റവും പോസിറ്റീവ് ഊർജമെന്ന് ഈ വ്യക്തി ചിന്തിക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് വന്നു ചേരുക എന്നുള്ളത് തന്നെയാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിലെ ചടുലത, നിങ്ങളുടെ മനസ്സിലെ ഏകാഗ്രത, നിങ്ങളുടെ നല്ല മനസ്സ്, ഇതെല്ലാം തന്നെയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രണയബന്ധത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ എന്ത് കാര്യവും ത്യജിക്കുവാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രണയബന്ധത്തിൽ പുതിയ തുടക്കം ഉറപ്പായിട്ടും ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഈ വ്യക്തിക്ക് അതിലൂടെയാണ് സമാധാനവും സന്തോഷവും കണ്ടെത്തേണ്ടതെന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ഓരോ നിമിഷത്തെക്കുറിച്ചും ഈ വ്യക്തി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുമായിട്ട് പെരുമാറുന്ന ഓരോ നിമിഷവും വളരെ പോസിറ്റീവായി തന്നെയാണ് ഈ വ്യക്തി നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ജീവിത ശൈലി അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഈ വ്യക്തി ഇപ്പോഴും ഇന്നും മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കഥ എന്ന് പറയുന്നത്. ഈ വ്യക്തിയുടെ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യവും സ്വഭാവ രീതിയും എല്ലാം തന്നെ മാറ്റിമറിക്കണമെന്ന് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ ഈ വ്യക്തി തയ്യാറാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഏറ്റവും നല്ല വ്യക്തി എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുകയാണ്. നിങ്ങൾ ഇമോഷണലി വളരെയധികം ബ്രേക്ക് ഡൗൺ ആകുന്ന ആൾക്കാരാണെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യം വരികയും അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ സങ്കടം വരികയും ചെയ്യുന്ന വ്യക്തികളായിട്ടാണ് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലെ പവിത്രത തന്നെയാണ് ഈ വ്യക്തി അന്നും ഇന്നും നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള ഡെഡിക്കേഷൻ ഈ വ്യക്തി വളരെയധികം അതിശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ നേർക്ക് ഒരുപാട് സ്നേഹത്തിന്റെ പാനപാത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കാതെ, അതൊന്നും തന്നെ മൈൻഡ് ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ പ്രണയബന്ധത്തിലെ ഏറ്റവും വലിയ മുഖ്യമായ നല്ല വ്യക്തി എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഈ വ്യക്തി എപ്പോഴൊക്കെയോ വഴുതി വീണിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ സ്നേഹത്തിലൂടെ മാത്രമാണ് ഈ വ്യക്തിക്ക് നല്ലൊരു മനുഷ്യനായി മാറുവാൻ സാധിച്ചിട്ടുള്ളത്.
അല്ലാത്ത പക്ഷം ഈ വ്യക്തി വളരെ ദേഷ്യത്തോടെയും ഒക്കെയാണ് പെരുമാറിയിട്ടുള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി എല്ലാ തരത്തിലുള്ള കഴിവുകളും പ്രകടിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിങ്ങളുമായി നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ അതെന്നേക്കുമായി ഇല്ലാതെയാക്കി വേണ്ടാന്ന് വെച്ച് പുതിയ തുടക്കത്തിലേക്ക് വഴിയൊരുക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ വ്യക്തിയുടെ ഏറ്റവും നല്ല ഉയർന്ന വ്യക്തി എന്ന് പറയുന്നത്. നിങ്ങളില്ലെങ്കിൽ ഈ പ്രണയബന്ധത്തിന്റെ അടിത്തറ തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെയാണ് ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഈ വ്യക്തി ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. ഒറ്റപ്പെട്ട് നിന്നുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ വ്യക്തി ഇപ്പോൾ സമാധാനപരമായി മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയിലെ പോസിറ്റീവ് ഊർജം നമുക്ക് പറയാതിരിക്കാൻ ആവില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കയ്പേറിയ നിമിഷങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. കയ്പും സങ്കടവും സന്തോഷവും മധുരവും കലർന്നിട്ടുള്ള ഒത്തിരി ഓർമ്മകൾ ഈ വ്യക്തിയെ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ളൊരു ജീവിതമേ മതിയാവൂ. ഈ വ്യക്തി ഒന്നിനോടും വാശി പിടിക്കുന്നില്ല. നിങ്ങളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറൊന്നിനോടും ഈ വ്യക്തിക്ക് താല്പര്യമില്ല. ചില സമയങ്ങളിൽ ഈ വ്യക്തി കുട്ടിത്തത്തെ പോലെ പെരുമാറും. കുട്ടികളെ പോലെ കുട്ടിത്തം നിറഞ്ഞ സ്വഭാവ പ്രകൃതമോടുകൂടി ഈ വ്യക്തി പെരുമാറും. പക്ഷേ അത് നിങ്ങളോടുള്ള അമിതമായിട്ടുള്ള ഒരു ആരാധനയും സ്നേഹവും സ്വാതന്ത്ര്യം കൊണ്ട് മാത്രമാണ് ഈ വ്യക്തി അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുമായി മനസ്സ് തുറന്ന് സംസാരിക്കണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് എപ്പോഴൊക്കെയോ മാറിപ്പോയി എന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഈ വ്യക്തിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ചെറുതായി വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ഈ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയോടുകൂടി വന്നു ചേരാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. മറ്റ് ഒരുപാട് വ്യക്തികൾ സ്നേഹത്തിന്റെ പാനപാത്രങ്ങൾ കാണിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്നും അകറ്റുവാൻ ഈ വ്യക്തിയെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിലേക്കൊന്നും വഴുതി മാറാതെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ നമുക്ക് അതിശയിക്കാൻ മാത്രം പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള വിശ്വാസമാണ്. എത്രയൊക്കെ പിണങ്ങിയിരുന്നാലും മിണ്ടാതെ ഇരുന്നാലും നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ ഉപേക്ഷിച്ചു പോകില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് ഈ വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും പോസിറ്റീവ് ഊർജത്തിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളിലെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളിലെ ആകർഷണത ഈ വ്യക്തിയെ വല്ലാതെ മത്തുപിടിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാനാവുന്നില്ല. ജീവിതത്തിന്റെ ഏതൊക്കെയോ കാലഘട്ടത്തിൽ മനസ്സിൽ വന്നു പോയിട്ടുള്ള മാനിഫെസ്റ്റേഷന്റെ ഫലമായി വന്നു ചേർന്നിട്ടുള്ള ഒരു പ്രണയബന്ധമായിട്ടാണ് നമുക്ക് നിങ്ങളെ രണ്ടുപേരെയും കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ഇതൊരു മാനിഫെസ്റ്റേഷൻ ബന്ധം തന്നെയാണ്. പൂർവജന്മ സുഹൃതം പോലെ വളരെ മനോഹരമായിട്ടുള്ളൊരു ബന്ധം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയബന്ധത്തിൽ പുതിയ വഴിത്തിരിവിലേക്ക് കൊണ്ടുവരാൻ ഈ വ്യക്തി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇത് ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.